അതൊരു വലിയ കെമിക്കൽ ഫാക്ടറിയാണ്. 4 ചുറ്റിലും അനക്കമില്ലാതെ ഇരുന്നു. പെട്ടെന്ന് ആ വലിയ ഫാക്ടറിയിൽ നിന്നും അന്ന് രാത്രി വളരെ ഭയങ്കരമായ ശബ്ദങ്ങൾ കേട്ടു. അങ്ങനെ ഫാക്ടറിയുടെ അകത്ത് ഒരു ഭയങ്കര പൊട്ടിത്തെറി സംഭവിച്ചു. പെട്ടെന്ന് ഒരു കാർ വളരെ വേഗതയിൽ ഫാക്ടറിയുടെ അകത്തു നിന്നും പുറത്തു വന്ന് ആളില്ലാത്ത റോഡിൽ കൂടി പോയി. ആ കാർ ഓടിച്ചത് വേറെ ആരുമല്ല, 22 വയസ്സുള്ള ഒരു ഭംഗിയുള്ള പെണ്ണാണ്. അർച്ചന ഓടിക്കുകയായിരുന്നു. അവളുടെ മുഖം പേടി കൊണ്ട് വിളറിയിരിക്കുകയായിരുന്നു. പിന്നെ അവളുടെ കണ്ണുകളിൽ ഒരു അറിയാത്ത ആപത്ത് നിറഞ്ഞ പേടി നന്നായി കാണാൻ സാധിച്ചു. അവൾ ആ കാറ് റോട്ടിൽ കൂടി വട്ടുപിടിച്ചതുപോലെ ഓടിച്ചു കൊണ്ടുപോയി. അതായത് മരണം അവളെ പിന്തുടർന്നു വരുന്നത് പോലെ. കുറച്ചു സമയത്തിന് ശേഷം അർച്ചന വിറച്ചുകൊണ്ട് തന്റെ മൊബൈൽ കയ്യിലെടുത്തു. ഒരു നമ്പർ ഡയൽ ചെയ്തു. ആ ഫോണ് മറ്റൊരു വശത്തു നിന്നും അവളുടെ ഏട്ടൻ അതുൽ എടുത്തു. അർച്ചന, എന്തു പറ്റി? ഈ രാത്രിയിൽ എന്തിനാ കാൾ ചെയ്തത്? എല്ലാം ഓക്കെ അല്ലേ? ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. അർച്ചന എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫോൺ കട്ടായി പോയി. ഹലോ. അതേ ക്ഷണം തന്നെ അവളുടെ കാറിന് മുൻപിലായി ഒരു ഭയങ്കരമായ രൂപം കാണാൻ സാധിച്ചു. അത് കണ്ട് വളരെ പേടിച്ച അർച്ചന പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. അടുത്ത ക്ഷണം തന്നെ കാറ് വേഗത്തിൽ ചെന്ന് ഇടിച്ചു. ഒരു ഭയങ്കരമായ ശബ്ദത്തോടു കൂടി അവിടെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചു. ആ കാർ മൊത്തം തീ പിടിച്ച് കത്താൻ തുടങ്ങി. ഈ ഭയങ്കരമായ സംഭവം നടന്ന് 5 വർഷത്തിന് ശേഷം രവിപുരം, അത് ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രബലമായ ഇൻഡസ്ട്രിയൽ ടൗൺ ആയിരുന്നു. ഇപ്പോൾ അത് ശാന്തമായ ഒരു ശ്മശാനമായി മാറി. കടൽക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു സമയത്ത് വലിയ കെമിക്കൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു. അതിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെ ജനങ്ങൾ ജോലിയുടെ നഗരമാണെന്ന് പറയും. കുട്ടികൾ സ്കൂളിലേക്ക് പോകും. വൈകുന്നേരം ചന്ത ആരംഭിക്കും. പിന്നെ ഫാക്ടറിയുടെ വിസിൽ ശബ്ദം ആ നഗരത്തിന്റെ ഹൃദയമിടിപ്പായി മാറി. പക്ഷെ ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് രാത്രി രവിപുരം പെട്ടെന്ന് മരിച്ചുപോയി. അന്ന് രാത്രി ഫാക്ടറിയിൽ ഒരു ഭയങ്കരമായ പൊട്ടിത്തെറി ഉണ്ടായി. സർക്കാരിന്റെ റിപ്പോർട്ടിൽ ഇതിനെ ടോക്സിക് ഗ്യാസ് ലീക്കേജ് എന്ന് പറയപ്പെട്ടു. 100 കണക്കിന് പണിക്കാർ ആ ഫാക്ടറിക്കകത്ത് കുടുങ്ങിപ്പോയി. ചിലർ മരിച്ചുപോയി, ചിലർ കാണാതെയായി. അതിനുശേഷം ആ നഗരത്തിന് ചുറ്റിലും എപ്പോഴും ആളുകൾ കാണാതെയാകുന്നു എന്നുള്ള വിവരം വന്നുകൊണ്ടേയിരുന്നു. ആ ഏരിയയെ നിരോധിക്കപ്പെട്ട സ്ഥലമെന്ന് അറിയിപ്പ് നൽകി. ആർക്കും അകത്തേക്ക് പോകാനാവില്ല, ആർക്കും ചോദ്യം ചെയ്യാനും ആവില്ല. രവിപുരം ഇപ്പോൾ ഒരു പ്രേതങ്ങളുടെ നഗരമായി മാറിക്കഴിഞ്ഞു. ഡൽഹി ഫ്രണ്ട്സ് കോളനിയിൽ വൈകുന്നേരം അഖിൽ വളരെ ടയേർഡായി ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറിയതും തന്നെ അവൻ പെട്ടെന്ന് തന്റെ അനിയത്തി അർച്ചനയുടെ ഫോട്ടോയിൽ ശ്രദ്ധിച്ചു. അതുൽ പതുക്കെ ആ ഫോട്ടോയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഈ ലോകം നിന്നെ പറ്റി ഏത് പറഞ്ഞാലും കുഴപ്പമില്ല അർച്ചന. പക്ഷെ ഇപ്പോഴും ആ കാര്യത്തിന് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് നീ ഈ ലോകത്തിൽ ഇല്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഒരു ദിവസം നീ എന്നെ കാണാൻ വരും. ഇത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൻ വളരെ ശാന്തമായി കിച്ചണിലേക്ക് ചെന്നു. എന്നിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവൻ തന്റെ ബെഡ്റൂമിലേക്ക് ചെന്നു. എന്നിട്ട് കിടന്നുറങ്ങാൻ ശ്രമിച്ചു. കുറച്ചു സമയത്തിനകം അവൻ നന്നായി ഉറങ്ങാൻ തുടങ്ങി. അതുൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ചു സമയമേ ആയുള്ളൂ. അപ്പോൾ അവൻ ഒരു ഫാക്ടറിക്കകത്ത് നിൽക്കുകയായിരുന്നു. 4 ചുറ്റിലും ഭയങ്കര ഇരുട്ടായിരുന്നു. പിന്നെ കാറ്റത്ത് വിഷവായു വ്യാപിച്ചുകൊണ്ടിരുന്നു. ചുമരിൽ നിന്നും കെമിക്കൽ തറയിലേക്ക് ഒലിച്ചുകൊണ്ടേയിരുന്നു. എന്താ ഇത്? ഞാൻ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ എങ്ങനെ ഞാൻ ഇവിടെ വന്നു? അപ്പോഴാണ് അവന്റെ ചെവിയിൽ അറിയാവുന്ന ഒരു ശബ്ദം കേട്ടത്. ഏട്ടാ, ഞാൻ നിന്റെ പുറകിലാണുള്ളത്. അതിൽ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ അനിയത്തിയെ കണ്ടു. പക്ഷെ ഇത് ആ അർച്ചന അല്ലായിരുന്നു. അവൻ അറിയാവുന്ന ആ അർച്ചന. അവളുടെ കണ്ണുകൾ ചീഞ്ഞിരുന്നു, തോലൊക്കെ കത്തിപ്പോയിരുന്നു. നിനക്ക് എന്താ പറ്റിയത്? ഏട്ടാ, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. എന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂ. അവരെന്നെ വിട്ടയക്കുന്നില്ല. എന്നെ ഇവിടുന്ന് മോചിപ്പിക്ക്. എന്നെ എങ്ങനെയെങ്കിലും മോചിപ്പിക്ക്. പെട്ടെന്ന് അതുൽ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു നോക്കി. അതിൽ കിടക്കയിൽ നിന്നും എണീറ്റിരുന്നു. പേടിച്ച് ശ്വാസം വലിക്കാൻ തുടങ്ങി. അതേ ഭയങ്കരമായ സ്വപ്നമാണ്. കടന്ന 5 കൊല്ലങ്ങളായിട്ട് എനിക്ക് എന്താ ഈ ഭയങ്കരമായ സ്വപ്നം വരുന്നുണ്ടെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഈ സ്വപ്നത്തിനും എൻ്റെ അനിയത്തിനും ഏതോ ഒരു സംബന്ധമുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും അവൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അവന് ഉറക്കം വന്നില്ല. അടുത്ത ദിവസം അവൻ ഓഫീസിലേക്ക് ചെല്ലുന്നതിന് മുൻപ് അവൻ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു. 5 വർഷത്തിനു മുൻപുള്ള പഴയ മെയിൽ നോക്കി. അതവൻ ദിവസവും വായിക്കും. ആ മെയിലിൽ എന്ത് എഴുതിയിരുന്നെന്നാൽ
അർച്ചനയുടെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന്. എന്തു പറയാനാ, അവളുടെ ബോഡി ഇതുവരെയും കിട്ടിയില്ല. കുറച്ചു സമയം ആ സ്ക്രീനിനെ നോക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം കമ്പ്യൂട്ടർ അവൻ ഓഫ് ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് ഡോർ ബെൽ അടിച്ചത്. അതുൽ എണീറ്റ് കതക് തുറക്കാനായി ചെന്നു. പുറത്ത് അവന്റെ ഗേൾഫ്രണ്ട് താനിയ പിന്നെ അവന്റെ ഫ്രണ്ട് ഗൗരവും നിൽക്കുകയായിരുന്നു. അതുൽ ചെറിയ ചിരിയോടെ രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരെ ഡ്രോയിങ് റൂമിൽ കൊണ്ടിരുത്തി. എന്തുപറ്റി? നിന്നെ കണ്ടാൽ രാത്രി മുഴുവൻ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അതെ, രാത്രി മുഴുവൻ എനിക്ക് ഉറക്കം വരുന്നില്ല. താനിയ പെട്ടെന്ന് വളരെ സീരിയസ് ആയി. ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, ടോക്സിക് രവിപുരം എക്സ്പീരിയൻസ് എക്സ്പോസ്ഡ്. ഇത് കേട്ടതും അതുൽ ഞെട്ടിപ്പോയി. എന്താ? എവിടെ? ആ വീഡിയോ എവിടെ ഉണ്ട്? ഞാൻ വീഡിയോയിൽ കണ്ടു. അതിലൊരു യൂട്യൂബർ എന്തു പറയുകയായിരുന്നെന്നാൽ, അതായത് രവിപുരം ഫാക്ടറിയിൽ സർക്കാരും കമ്പനിയും ചേർന്ന് ജനങ്ങളിൽ കെമിക്കൽ എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് വിഷം നൽകിയിരിക്കുന്നു. അവരാരും മരിച്ചില്ല, പക്ഷേ നടക്കുന്ന പ്രേതങ്ങളായി മാറിയിരുന്നു. പൂർണ്ണമായി മരിച്ചുമില്ല, ജീവിക്കാനും പറ്റില്ല. വീഡിയോ അപ്ലോഡായ കുറച്ചു സമയത്തിനകം തന്നെ അത് യൂട്യൂബിൽ നിന്നും ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. ഇപ്പോൾ അത് എവിടെയും തന്നെ ഇല്ല. ആ മുറിയിൽ വ്യത്യാസമായ ഒരു ശാന്തത നിറഞ്ഞു. ഒരു പക്ഷേ ഗവൺമെന്റ് ആ യൂട്യൂബറിനെയും കാണാതാക്കിയിട്ടുണ്ടോ എന്തോ. തീർച്ചയായിട്ടും ഏതോ ഒരു രഹസ്യമുണ്ട്. അതിനെ ഗവൺമെന്റ് നമ്മളുടെ അടുത്ത് നിന്ന് മറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, രവിപുരം സിറ്റി ഒറ്റ രാത്രിയിൽ എങ്ങനെ ഇങ്ങനെ മാറിയിട്ടുണ്ട്? അങ്ങനെ അവിടെ എന്താണുള്ളത്? ആ ഏരിയയിലേക്ക് ഗവൺമെന്റ് ആരെയും അനുവദിക്കുന്നില്ല. അതെന്താ? അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും പറ്റില്ല. അതുൽ ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും ശരിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ എന്തോ രഹസ്യമുണ്ട്. എനിക്ക് ആ ദിവസങ്ങളാണ് ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ അനിയത്തി അർച്ചന ഫാർമസ്റ്റേ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് അത് പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവളുടെ കമ്പനി അവളെ രവിപുരം ഫാക്ടറിയിൽ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിനുശേഷം അവൾ എപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അതിനുശേഷം കമ്പനിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് കാരണം അർച്ചന മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഏതൊരു എവിഡൻസും കിട്ടിയിട്ടില്ല. പിന്നെ ഫയലിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അർച്ചന മരിച്ചു എന്ന് മെയിൽ എനിക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാത്രി സമയത്ത് അർച്ചനയുടെ അടുത്ത് നിന്ന് എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ട്. ഫോണിൽ അവൾ വളരെ പേടിച്ച് സംസാരിച്ചു. പിന്നെ അവൾ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മുഖ്യമായ കാര്യത്തിനെ പറ്റി പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് ആ കാൽ കട്ടായിപ്പോയി. ഞാൻ വീണ്ടും ആ നമ്പറിന് ഫോൺ ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷേ ലൈൻ കിട്ടിയിട്ടില്ല. അതിനുശേഷമാണ് അർച്ചന മരിച്ചു എന്ന് ന്യൂസ് കിട്ടി. ഗൗരവ് കുറച്ചു സമയം മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്ര ആൾക്കാർ പെട്ടെന്ന് കാണാതെ പോയത്, ആക്സിഡന്റുകൾ നടക്കുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കോ അതുൽ? എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ, ഇതെല്ലാം ആക്സിഡന്റ് അല്ല, ഇത് ഒരു വലിയ രഹസ്യമാണ്. അത് നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. അതുൽ താനിയെ നോക്കി. എനിക്ക് ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ അനിയത്തി അർച്ചന കാണാതെ പോയത് മുതൽ എനിക്ക് ഒറ്റ സ്വപ്നം മാത്രമാണ് വരുന്നുണ്ട്. ഇങ്ങനെ അതുൽ തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവർ രണ്ടുപേരോടും പറഞ്ഞിട്ട് എന്തു പറഞ്ഞെന്നാൽ, ആ സ്വപ്നത്തിൽ അർച്ചന എൻ്റെ അടുത്ത് ഒരു കാര്യമാണ് പറയുന്നത്, എനിക്ക് മുക്തി തരൂ, എനിക്ക് മുക്തി തരൂ. ആ മുറിയിൽ കുറച്ചു സമയം വരെ ഒരു ഭയങ്കരമായ ശാന്തത നിറഞ്ഞു നിന്നു. താനിയ എന്തോ ചിന്തിക്കുകയായിരുന്നു. എനിക്ക് എന്തു തോന്നുന്നെന്നാൽ, നമ്മൾ 3 പേരും അവിടേക്ക് പോകണം. ഗൗരവ് ഞെട്ടിപ്പോയി. പക്ഷേ അവിടെ പോവാൻ തടഞ്ഞിട്ടുണ്ടല്ലേ? അറിയാം, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ 3 പേരും അവിടേക്ക് പോകണം. നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും വിജയിക്കാനാകും. നീ പറയുന്നത് നേരാണ്. ആ ഏരിയവിനെ ഗവൺമെന്റ് സീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ പോവാൻ ഇനിയും ഒരുപാട് വഴികളുണ്ട്. അതുൽ മാപ്പ് എടുത്തു. കടന്ന 5 കൊല്ലങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷേ അവിടെ പോവാൻ എനിക്ക് ധൈര്യം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ 2 സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തിനു ആവശ്യമില്ലാതെ പേടിക്കണം? ഗൗരവിന്റെ കണ്ണുകളിൽ പേടി കാണാൻ സാധിച്ചു. നീ പറയുന്നത് നേരാണ്. പക്ഷേ ഞാൻ ഇന്നൊരു കാര്യവും കേട്ടു. ആ ആക്സിഡന്റിന് ശേഷം അവിടെ പോയ ആൾക്കാർ സാധാരണ ആൾക്കാരായിരുന്നാൽ കാണാതെ പോകുന്നു. അതിനുശേഷം ഈ ആക്സിഡന്റിന് ശേഷം ആ റോഡിനെ സീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇൻഫെക്റ്റഡ് ടോക്സിക് സോണിന് ബോർഡ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ രഹസ്യമുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോകണം. അതിന് ശരിയായ നേരം വന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തിനും ഈ സിറ്റിനും എന്താ നടന്നതെന്ന് അറിയാനുള്ള ശരിയായ സമയം ഇത് മാത്രമാണ്. കുറച്ചു സമയത്തിനകം അവർ 3 പേരുടെയും പ്ലാൻ റെഡിയായി കഴിഞ്ഞു. അടുത്ത ദിവസം അവർ അവരുടെ കാർ എടുത്തുകൊണ്ട് രവിപൂറിനെ നോക്കി പോകാൻ തുടങ്ങി. ആ വിഷം നിറഞ്ഞ നഗരത്തെ നോക്കി. അവിടെ നിന്നും ഇതുവരെ ഒരു സത്യങ്ങളും ജീവനോടെ തിരികെ വന്നിട്ടില്ല. ഒരുപാട് മണിക്കൂറുകൾ യാത്ര ചെയ്തതിനു ശേഷം പെട്ടെന്ന് അതുൽ തന്റെ കാറ് കാടിനരികിൽ നിർത്തി. 4 ചുറ്റിലും നിശബ്ദത നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ മരങ്ങളിൽ നിന്നും ഒരു വിചിത്രമായ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു.
എന്തു പറ്റി? എന്തിനാ നീ കാറ് നിർത്തിയത്? ഇതിന് മേലെ നമ്മൾ നടന്നേ പോകാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ നമ്മൾ കാറിൽ പോയാൽ പിന്നെ പോലീസ് നമ്മളെ തടഞ്ഞേക്കും. അതുൽ ആ മേപ്പ് എടുത്തു. മാപ്പിനെ വെച്ച് കണ്ടാൽ ഈ കാട്ടിൽ നമ്മൾ നടന്നു പോയാൽ കുറച്ച് സമയത്തിൽ നമ്മൾ രവിപുരത്തിലേക്ക് പോയേക്കാം. ശരി, നമ്മളിപ്പോൾ പോവാം. 3 പേരും ആ കാടിനകത്ത് പതുക്കെ പതുക്കെ മുൻപിലോട്ട് നടന്നു ചെന്നു. ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം അവർ 3 പേരും രവിപുരത്ത് ചെന്നെത്തി. നഗരം മുഴുവൻ നിശബ്ദമായിരുന്നു. വീട്ടിനു പുറത്ത് തുണികളൊക്കെ തൂങ്ങിക്കിടന്നു. ജനങ്ങൾ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് കാണാതായതുപോലെ തോന്നി. കണ്ടോ, വീടിനു പുറത്ത് തുണിയൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ടാൽ ജനങ്ങൾ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ചു പോയതുപോലെ തോന്നുന്നു. ശരി, വരൂ, നമ്മൾ മുൻപിലേക്ക് പോവാം. അവർ 3 പേരും എവിടേക്കോ ചുറ്റി ഒരു പഴയ വീടിനകത്തേക്ക് ചെന്ന് കയറി. അകത്തേക്ക് കയറിയതും തന്നെ ഒരു ദുഷിച്ച ദുർനാറ്റം അവർക്ക് അറിയാൻ സാധിച്ചു. ഓ മൈ ഗോഡ്, ഇവിടെ നിന്നും ഭയങ്കരമായ നാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗരവ് പെട്ടെന്ന് മുൻപിലുണ്ടായിരുന്ന ചീഞ്ഞുപോയ ഭക്ഷണം കണ്ടു. താനിയ, കുറച്ച് അവിടെ നോക്ക്, അവിടെ ഭക്ഷണമുണ്ട്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അവിടെ ആരോ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പിന്നെ പെട്ടെന്ന് എഴുന്നു പോയെന്ന് തോന്നുന്നു. ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, പക്ഷേ അത് ചീത്തയായി പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് ആ സ്മെൽ വരുന്നുണ്ട്. അപ്പോഴാണ് 3 പേരുടെ ചെവികളിലും ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടതും തന്നെ അവർ ശരിക്കും ഞെട്ടി നിന്നു. ഇതെന്ത് ശബ്ദമാണ്? അറിയില്ലല്ലോ, ഈ സിറ്റി മുഴുവതും പഴയതായല്ലേ. അടുത്ത ക്ഷണം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കതക് ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു. ആ ഇരുട്ടിന് നടുക്ക് 2 കണ്ണുകൾ ചുവന്നു തുടിച്ചതുപോലെ കണ്ടു. ആ കണ്ണുകൾ എങ്ങനെയായിരുന്നെന്നാൽ മരിച്ചുപോയ ശരീരത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന കണ്ണുപോലെയായിരുന്നു. അത് ശരി, ഇതാരാണ്? ആ ചുവന്ന കണ്ണുകളുള്ള പ്രാണി പതുക്കെ പതുക്കെ അവരുടെ അടുത്തേക്ക് വരികയായിരുന്നു. അതിന്റെ മുഖത്തുണ്ടായിരുന്ന മാംസം അവിടെ കീറിയതുപോലെ ആയിരുന്നു. അതിന്റെ കണ്ണിൽ നിന്നും രക്തം വന്നുകൊണ്ടേയിരുന്നു. പിന്നെ അതിന്റെ നടത്തം മനുഷ്യന്റെ നടത്തം പോലെ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ഇതിനെ കണ്ടാൽ ഒരു ആംഗിളിലും മനുഷ്യനെ പോലെ തോന്നുന്നേയില്ല. താന്യ, ഇതിനെ കാണാൻ ജീവനോടുള്ള സാമ്പി പോലെ തന്നെ ഉണ്ട്. അടുത്ത ക്ഷണം തന്നെ ആ ഭയങ്കരമായ മനുഷ്യൻ വളരെ ഉത്സാഹത്തോടെ താനിയുടെ അടുത്തേക്ക് വന്നു. അതിലും ഗൗരവം മനസ്സിലാക്കുന്നതിന് മുൻപ് അത് തന്റെ പല്ലുകൾ കൊണ്ട് താനിയുടെ കഴുത്തിൽ കടിച്ചു മുറിച്ചു. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കണേ. അതിലും ഗൗരവം സോംബി പോലെ ഇരിക്കുന്ന ആ മനുഷ്യനെ താനിയിൽ നിന്നും നീക്കാൻ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷെ അതിന് ഭയങ്കരമായ ബലമുണ്ടായിരുന്നു. ഒറ്റ പിടികൊണ്ട് അവർ 2 പേരെയും പൊക്കിയെടുത്ത് കാറ്റത്ത് അത് വലിച്ചെറിഞ്ഞു. താനിയ നിലവിളിച്ചുകൊണ്ട് അവിടെ തന്നെ തന്റെ ജീവൻ വെടിഞ്ഞു. അതുലിന്റെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു. താനിയ മരിച്ചിട്ടുണ്ട് അതുൽ. നമ്മൾ 2 പേരും രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിയേക്കണം. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഈ സാമ്പി ഈ സിറ്റിയിൽ ഒറ്റയ്ക്ക് ഇല്ല. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ രവിപുരത്തിൽ ഇതുപോലെ ഒരുപാട് ഉണ്ടാവും. ഗൗരവ് അതുലിന്റെ കയ്യിൽ പിടിച്ച് ആ വീട്ടിൽ നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കാണാൻ സോംബിയെ പോലെ ഇരിക്കുന്ന ആ മനുഷ്യനും പുറത്തേക്ക് വന്നു. പിന്നെ അദ്ദേഹം ഭയങ്കരമായ ഒരു ഒച്ചയുണ്ടാക്കി. ഇത് എന്താ ഇങ്ങനെ നിലവിളിക്കുന്നത്? എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇത് ആർക്കോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതായത് ആരെയോ വിളിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അടുത്ത ക്ഷണം തന്നെ രവിപുരം മുഴുവൻ ഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എന്റെ ഡൗട്ട് ശരിയായി പോയി. ഈ സിറ്റിയിൽ ഈ സാമ്പി മാത്രം ഒറ്റയ്ക്കില്ല. ഇതുപോലെ ഒരുപാട് സാമ്പികൾ ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിയേക്കണം. പെട്ടെന്ന് ആ നഗരത്തിൽ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം വീണ്ടും ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം ഓരോ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ നിന്നും പിന്നെ പൊട്ടിപ്പോയ ഓരോ ബിൽഡിങ്ങിൽ നിന്നും പുറത്തു വന്നു. ഗൗരവ് പേടിച്ച് 4 ചുറ്റിലും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ദൂരെ നിൽക്കുന്ന കത്തി എരിഞ്ഞ ഒരു ഫാക്ടറി ശ്രദ്ധിച്ചത്. നമ്മൾ ആ ഫാക്ടറിയിൽ ചെന്ന് ഒളിച്ചിരിക്കണം. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് സോംബീസ് എല്ലാ വശത്തു നിന്നും നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. നീ വരൂ, നമ്മൾ അവിടെ ചെന്ന് ഒളിച്ചിരിക്കാം. ഗൗരവും അതുലും അവരുടെ മുഴുവൻ ബലവും ചെലുത്തി ഓടാൻ ശ്രമിച്ചു. കുറച്ചു സമയത്തിനകം അവർ ഫാക്ടറിയുടെ അകത്ത് ചെന്നെത്തി. ഫാക്ടറിയിൽ ചെന്ന് കയറിയതും തന്നെ അവരുടെ ശ്രദ്ധയിൽ അവിടെ ചുറ്റിലും കത്തി എരിഞ്ഞു കിടന്ന പ്രേതങ്ങളെ അവർ കണ്ടു. കത്തി എരിഞ്ഞ തോലുകൾ, കറുത്തിരുണ്ട ശരീരം, പിന്നെ കാറ്റത്ത് നിറഞ്ഞിരുന്ന മരണത്തിന്റെ ദുർനാറ്റം ആ സ്ഥലത്തെ വീണ്ടും മോശമാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ കത്തിപ്പോയ പ്രേതങ്ങൾ ഒരുപാടുണ്ടല്ലേ. ഇവരെല്ലാവരും ഇവിടെ ജോലി ചെയ്തിരിക്കും. ഈ ഫാക്ടറിയിൽ ഫയർ ആയത് കാരണം കൊണ്ട് ഇവരെല്ലാവരും പുറത്തു വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയി. പെട്ടെന്ന് ആ കത്തിയ പ്രേതങ്ങളിൽ ഒരു അനക്കമുണ്ടായി. കറുത്തിരുണ്ട വിരലുകൾ അനങ്ങാൻ തുടങ്ങി. തല പെട്ടെന്ന് ഉയർന്നു. പിന്നെ അഴുകിയ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. ഇത് എങ്ങനെയാണ് നടന്നത്? ഇവരെല്ലാവരും മരിച്ചുപോയല്ലേ. ഇവരെ കണ്ടാൽ എന്താ തോന്നുന്നു വെച്ചാൽ ഇവരെല്ലാം കത്തിപ്പോയി ഒരുപാട് കൊല്ലങ്ങളായിരിക്കും.
അടുത്ത ക്ഷണം തന്നെ കത്തിപ്പോയ ആളുകൾ എണീറ്റ് നിന്നു. അവരുടെ കഴുത്ത് വളരെ വിചിത്രമായ രീതിയിൽ ഇങ്ങോട്ടും അങ്ങോട്ടും അവർ ചലിപ്പിച്ചു. ഇവരെല്ലാവരും സോംബിയായി മാറിയിട്ടുണ്ട്. ഇവർ ചത്തിട്ടില്ല, ജീവനോടുമില്ല. ഇവരെല്ലാവരും സോംബീസ് ആണ് എന്ന് വെച്ചാൽ ആ യൂട്യൂബർ പറഞ്ഞത് എല്ലാം സത്യമാണ്. ഇവിടെ തീർച്ചയായിട്ടും ഭയങ്കരമായ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ക്ഷണം തന്നെ ആ കത്തിപ്പോയ സോംബി ആളുകൾ അർജുനെയും ഗൗരവിനെയും നോക്കി വന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഗൗരവിന്റെ ചെവിയിൽ പെട്ടെന്ന് അറിഞ്ഞ ഒരു ശബ്ദം കേട്ടത്. ഇങ്ങോട്ട് വന്നേക്കോ, അല്ലെങ്കിൽ ആ സോംബീസ് അത്ര പേരും നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കും. അതുൽ ഞെട്ടി. ഇത് എന്റെ അനിയത്തി അർച്ചനയുടെ ശബ്ദമാണ് എന്ന് വെച്ചാൽ എന്റെ സന്ദേഹങ്ങൾ നേരാണ്. അർച്ചന ജീവനോടുണ്ട്. വേഗം എന്നോട് വാ. അങ്ങനെ അവർ രണ്ടുപേരും ആ ശബ്ദം വന്ന ദിശയിലേക്ക് ഓടാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം അവർ ഫാക്ടറിയുടെ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നെത്തി. അവിടെ 4 ചുറ്റിലും ഭയങ്കരമായ ശാന്തത നിറഞ്ഞിരുന്നു. അടുത്ത ക്ഷണം തന്നെ അർച്ചന പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും തന്നെ അർജുന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ മുഖം ശരിക്കും അതേപോലെയായിരുന്നു. അവൻ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കാണുമോ അതുപോലെ. അർച്ചന, നിനക്ക് എന്താ പറ്റിയത്? അർച്ചനയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. ഞാനിപ്പോൾ മനുഷ്യയല്ല. എന്റെ ശരീരത്തിനകത്ത് രക്തമല്ല, കെമിക്കലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിൽ ഞാനും ടോക്സിക്കായി മാറിക്കഴിഞ്ഞു. പുറത്ത് നിങ്ങൾ കണ്ടില്ലേ ആ ജോലിക്കാരെ? അവരുടെ ശരീരത്തിനകത്തു പോലും ആ ഭയങ്കരമാണ് കുത്തിവെച്ചിരിക്കുന്നത്. അവരെല്ലാരും ടോക്സിക് ആണ്. പക്ഷെ നീ എന്തിനാ ഞങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടില്ല? ഞങ്ങൾ എന്താ കേട്ടെന്ന് വെച്ചാൽ സോംബിക്ക് അവരുടെ ആൾക്കാർ അറിയില്ലല്ലേ? അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. കാരണം ഞാൻ ഒരുപാട് ശ്രമിച്ച് ഞാൻ എൻ്റെ നല്ല ശക്തി ഉപയോഗിച്ച് സോംബി ആകുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് സമയം വരെ എനിക്കിങ്ങനെ തടയാനാകില്ല. ഞാൻ ഇതുവരെ ആരുടെ രക്തവും കുടിച്ചില്ല. ഞാൻ എൻ്റെ ഏട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് ദിവസങ്ങളായി പട്ടിണി കിടക്കുകയാണ്. പക്ഷെ എൻ്റെ ഉള്ളിലെ ശക്തി ഇപ്പോൾ കുറഞ്ഞുകൊണ്ടേ വരികയാണ്. അതുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? അർച്ചനയുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു വന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ അപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു ഭയങ്കരമായ റിസർച്ച് നടക്കുകയായിരുന്നു. നമ്മളോട് നുണ പറഞ്ഞിരുന്നു ഇതൊരു കെമിക്കൽ ഫാക്ടറിയാണെന്ന്. പക്ഷേ ശരിക്കും ഇത് സോംബികളെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇവിടെ മനുഷ്യരെ സോംബികളായി മാറ്റിക്കൊണ്ടേയിരുന്നു. അവരുടെ ശരീരത്തിൽ നിന്നും പുതിയ പുതിയ ഗുളികകളും മരുന്നുകളും ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അവളുടെ ശബ്ദത്തിൽ വേദനയും ദേഷ്യവും നിറഞ്ഞു നിന്നു. പക്ഷേ പെട്ടെന്ന് അവരുടെ കണ്ടുപിടുത്തം തോറ്റുപോയി. ഏത് ശാസ്ത്രജ്ഞന്മാരാണോ ഇവിടെയുള്ളവരെ സോംബികളാക്കി മാറ്റിയത്, അതേ സോംബികൾ അവരെ തന്നെ കൊല്ലാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ അവർ എല്ലാ കൂലിപ്പണിക്കാരെയും കൊന്ന് സോംബികളാക്കി മാറ്റി. സർക്കാരിനെ ഈ കാര്യം അറിഞ്ഞതും ഈ ഫാക്ടറിയിൽ ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് അവർ തന്നെ ഉണ്ടാക്കി. പിന്നെ ഈ മുഴുവൻ നഗരത്തെയും ശ്മശാനമാക്കി മാറ്റി. ഈ സത്യങ്ങൾ പുറത്തു വരാതെ സൂക്ഷിച്ചു. എല്ലാരോടും അവർ നുണ പറഞ്ഞു. അർച്ചനയുടെ കണ്ണുകളിൽ വേദനയും ദേഷ്യവും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എനിക്ക് ഈ രഹസ്യം അറിഞ്ഞതും തന്നെ ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചു. ഏട്ടനെ ഞാൻ വിളിച്ചു. പക്ഷെ എൻ്റെ മോശം സമയം ആ ഫോൺ കട്ടായി. എൻ്റെ കാറിൻ്റെ മുൻപിലായി ഒരു സോംബി വന്നു. കാറിൻ്റെ ടയറിൽ ഇടിച്ചു. പിന്നെ അത് എന്നെ കടിച്ചു. ഗവൺമെന്റ് ഇതെല്ലാം എപ്പോഴാണ് തടഞ്ഞു നിർത്താൻ പോകുന്നത്? ഒരു പക്ഷേ ഇവരെല്ലാം ഇവിടെ നിന്ന് പുറത്തു പോയാൽ പിന്നെ മൊത്തം ഉലകവും സോംബിയായി മാറിപ്പോവും. പക്ഷെ നിങ്ങളെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാനാകും. അതിൽ ഞെട്ടിപ്പോയി. എങ്ങനെ? ഇതേ ഫാക്ടറിക്കകത്ത് ബേസ്മെന്റിൽ ഈ ഫാക്ടറിയുടെ മുതലാളി രാഘവുണ്ട്. അവനും സോംബിയായി മാറിക്കഴിഞ്ഞു. വ്യത്യാസം എന്താണെന്നാൽ അവൻ ആ രീതിയിലുള്ള ഒരു സോംബിയാണ്. ഒരു മനുഷ്യനെ പോലെ അവനെ കൊണ്ട് ചിന്തിക്കാനാകും. അവനാണ് എല്ലാരെക്കാളും ആപത്തായവൻ. അവൻ ഇവിടെ വരുന്ന ഒരുപാട് ആളുകളുടെ രക്തം കുടിച്ചിട്ടുണ്ട്. അവൻ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു ഗ്യാസ് ക്യാപ്സ്യൂളുണ്ട്. ആ ക്യാപ്സ്യൂള് ഫാക്ടറിയിൽ നിന്നും പുറത്തു കൊണ്ടുപോയി പൊട്ടിച്ചു കളഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരുന്ന ഗ്യാസ് മുഴുവൻ സോംബികളെയും നശിപ്പിച്ചു കളയും. രാഘവ് അത് ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാം അവസാനിപ്പിക്കുമെന്നതിനർത്ഥം അവന്റെ മരണമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോ. എന്നെ കൊണ്ട് നിങ്ങളോടൊപ്പം അവിടേക്ക് വരാനാവില്ല. അതുലിന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവൻ അർച്ചന പറഞ്ഞ പാതയിൽ പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിനകം അതുലും ഗൗരവും ആ ഫാക്ടറിയുടെ ബേസ്മെന്റിൽ ചെന്നെത്തി.
അവിടെ കാണാൻ ഭയങ്കരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ നരകം പോലെ ഒരു പ്രകാശമുണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും കണ്ടതും അവന്റെ മുഖത്ത് ഒരു ആപത്തായ ചിരി കാണപ്പെട്ടു. ഗവൺമെന്റ് ഇതുവരെ ഇവിടെ വന്ന എല്ലാവരെയും തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ മനുഷ്യരക്തത്തിന് കുടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ശുദ്ധമായ രക്തം കുടിച്ച് ഞാൻ ഇനിയും ബലശാലിയായി മാറാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ഗൗരവ് പെട്ടെന്ന് അവന്റെ ടേബിളിൽ ഉണ്ടായിരുന്ന ആ ക്യാപ്സ്യൂളിനെ ശ്രദ്ധിച്ചത്. ആ ക്യാപ്സ്യൂൾ വേഗം തന്നെ അത് എടുത്തേക്ക്. അതുൽ ഓടിച്ചെന്ന് ആ ക്യാപ്സ്യൂൾ കയ്യിലെടുത്തു. രാഘവിനെ എല്ലാം മനസ്സിലായി. പിന്നെ അവിടെ നിന്നും പാഞ്ഞ് ഗൗരവിനെ പിടിച്ചു. അവൻ തന്റെ പല്ലുകൾ ഗൗരവിന്റെ കഴുത്തിൽ പതിപ്പിച്ചു. ഗൗരവ് താഴേക്ക് വീണു. രാഘവ് അതുലിനെ ഭയങ്കരമായ കണ്ണുകളോടെ നോക്കി. അതുലിന് മനസ്സിലായി ഒരു ക്ഷണം താൻ ഇവിടെ നിന്നാലും താനും സോംബിയായി മാറുമെന്ന്. അവൻ മുഴുവൻ ബലത്തോടെ ഓടാൻ തുടങ്ങി. ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഫാക്ടറിയുടെ പുറത്ത് ഇപ്പോഴും ഭയങ്കരമായ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അതുലിന്റെ മുൻപിലായി താനിയ പെട്ടെന്ന് സോംബിയുടെ രൂപത്തിൽ നിന്നുകൊണ്ടിരുന്നു. മറ്റൊരു വശത്തെ ഗൗരവും ഭയങ്കരമായ മുഖത്തോടെ അവനെ നോക്കി വന്നുകൊണ്ടേയിരുന്നു. രണ്ടുപേരും ഇപ്പോൾ സോംബിയായി മാറിക്കഴിഞ്ഞു. അതുൽ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഫാക്ടറിയുടെ അടുത്തായി അവൻ അർച്ചനയെ കണ്ടത്. ഏട്ടാ, ഇവർ രണ്ടുപേരും നിങ്ങളുടെ കൂട്ടുകാരാണ്. ഇപ്പോൾ അവർ സോംബികളായി മാറിക്കഴിഞ്ഞു. മനസ്സിനെ തളരാൻ വിടാതെ ഈ കഥയ്ക്കൊരു അവസാനം ഉണ്ടാക്കൂ. അതുൽ വിറച്ചുകൊണ്ട് ആ ഗ്യാസ് ക്യാപ്സ്യൂളിനെ തറയിലിട്ട് പൊട്ടിച്ചു. അടുത്ത ക്ഷണം തന്നെ ഒരു ഭയങ്കരമായ ബ്ലാസ്റ്റ് ഉണ്ടായി. കറുത്ത വിഷപ്പുക 4 ചുറ്റിലും പരന്നു. കുറച്ച് സെക്കൻഡ്സിനകം എത്ര സോംബികൾ ഉണ്ടായിരുന്നോ അവരുടെ ശരീരമെല്ലാം കത്താൻ തുടങ്ങി. ആ രവിപുരം മുഴുവനും കത്തിപ്പോയ ശ്മശാനമായി മാറി. അതുൽ കരയുന്ന കണ്ണുകളോടെ അതേ പാതയിൽ തിരികെ ചെന്നു. ആ വഴിയിലൂടെയാണ് ഈ വിഷം നിറഞ്ഞ നഗരത്തിലേക്ക് വന്നത്. അവന്റെ പുറകിലായി കത്തിത്തീർന്ന രവിപുരം ഉണ്ടായിരുന്നു.